ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ മഴയ ദിവസം ഈ വീട്ടില് എന്റെ ചേട്ടൻ ചെയ്യുന്ന ജോലികളെ കുറിച്ചാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നമുക്കിത് കാണാം. നോക്കൂ ഗൈസ്, മൺവെട്ടിയുമായി അധ്വാനിക്കാൻ പോകുന്ന എന്റെ ചേട്ടന് നോക്കൂ ഗൈസ്. പറയാനുള്ളത് മഴയുണ്ടോ ഇവിടെ? ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില്. അതാണ് നമ്മുടെ ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. സെറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, നിങ്ങൾ വീട്ടിലുണ്ടോ ഈ മഴയത്ത് ഇതുപോലെ അതുപോലെ ചേട്ടൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഇത് നമ്മള് കുറേശ്ശെ സെറ്റ് ചെയ്ത് വന്ന നമ്മുടെ ചെടികളാണ്. ഇപ്പൊ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അറേഞ്ച്മെന്റിലല്ല കറക്റ്റ് ഇരിക്കുന്നത്. കണ്ടോ, ചെടികളുണ്ട്, പക്ഷെ ഒരു അറേഞ്ച്മെന്റിലല്ല ഇരിക്കുന്ന. അപ്പൊ നമ്മൾ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് ഞാനും പോയി ചെടി എടുത്ത് വെക്കട്ടെ, ബാക്കി നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഞാനും പുറത്തിറങ്ങി. ഇതാണ് ഞങ്ങളുടെ വീട് ഗൈസ്. കണ്ടോ, നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ തേക്കുണ്ടാവും. ഇതിപ്പം ചേട്ടൻ ചെയ്ത പണിയാണ്. അവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വരുന്നു. നമുക്കിവിടെ ഫുള്ള് ചെടികൾ. ഇവിടുത്തെ വില്ലന്മാരാണെന്ന് അറിയോ ഗൈസ്? ഈ ചെടികളാണ്, ഈ കുഞ്ഞു പില്ലുകളാണ് ഏറ്റവും വലിയ വിഷയം. ആവശ്യത്തിനുള്ള സാധനം നട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. പക്ഷെ ഇതൊക്കെയാണ് ഇഷ്ടം പോലെ വെട്ടിയിരുന്നത്. എല്ലാ ദിവസവും പറിച്ചു കളഞ്ഞാലും അപ്പൊ നമുക്കിനി ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ പില്ല് എല്ലാം പറിച്ച് കളഞ്ഞ് ഇവിടെ ക്ലീൻ ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പണിയിലോട്ട് പോവാം. നമ്മളെ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ, പക്ഷെ നമ്മൾ ഓരോ ദിവസവും അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് ചെടികളുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഒരു വലിയ ഗാർഡൻ ആക്കി എടുക്കാൻ പറ്റുന്ന വിശ്വാസം. നമ്മൾ പണി ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം ഉണ്ടാക്കണം. അപ്പൊ വെള്ളം ഞാൻ എടുത്തിട്ട് വരുന്നവരേക്കും ആയി. അപ്പൊ കുടിക്കാനുള്ള വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് അവിടെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കും. ടാങ്കാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വെള്ളമായിട്ട് ചേട്ടൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് ചേട്ടനെ കൊടുത്ത് ക്ഷീണിക്കുമ്പോൾ കുടിപ്പിക്കാം. കുടിപ്പിച്ചിട്ട് ടാങ്ക് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ചോദിക്കാവേ. അനുഭവം കൊണ്ട് പറയണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകരുത്. ചേട്ടൻ എന്നെ തേച്ച് കഴിച്ചു, പക്ഷെ കൊള്ളാം കേട്ടോ. കൊള്ളയൊക്കെ ചെയ്യാൻ ഞാൻ കുടിച്ചു നോക്കിയതാ, കൊള്ളാം. ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, മഴ പെയ്തു. ജോലിക്കാരൻ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. നോക്കൂ, ജോലി ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. മഴ ചതിച്ചു ഗൈസ്. മഴയത്ത് ഇറങ്ങിയേനെ, അതുകൊണ്ടൊന്നല്ല, ഈ മഴ ഇനി നടന്നു കഴിഞ്ഞാൽ വീണ്ടും അസുഖമായിട്ട് കിടക്കണ വെച്ചിട്ടാണ് ഇറങ്ങാത്തത് ഗൈസ്. അതാണ് ഉള്ള കാര്യം. Oh God! You again? വീണ്ടും നിങ്ങളോ? Oh my God! പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നമ്മളങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ വെച്ച് ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ കുറച്ചുകൂടെ ചെടികളൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. പക്ഷെ മഴ പെയ്യുന്നു ഗൈസ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഗാർഡൻ ഫുൾ സെറ്റ് ചെയ്തില്ല, ഒരുവിധം നമ്മൾ സെറ്റാക്കി വെച്ചതേ ഉള്ളൂ. കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം പണി നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.